തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം ആദ്യ 45 നാഴിക ചേരുന്ന നക്ഷത്രക്കാരുടെ 2026 വിഷുഫലം. ഏപ്രിൽ 14 മുതൽ പറഞ്ഞാൽ മേടം 1 മുതൽ ഒരു വർഷത്തെ വിഷുഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൂര്യൻ ഉച്ചരാശിയായ മേടൻ രാശിയിലാണ്. വ്യാഴം വർഷാരംഭത്തിൽ മിഥുനൻ രാശിയിലാണ്. നിങ്ങളുടെ 9 പറഞ്ഞാൽ ഭാഗ്യസ്ഥാനത്താണ്. ജൂൺ 2 വ്യാഴം ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറും. അപ്പോൾ നിങ്ങളുടെ 10ലേക്ക് പറഞ്ഞാൽ കേന്ദ്രഭാവത്തിലേക്ക് മാറും വ്യാഴം. വിഷുഫലം 2026 നിങ്ങൾക്ക് നല്ലതാണ്. ഐശ്വര്യവും ഭാഗ്യവും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. വർഷം മുഴുവനും വ്യാഴം നിങ്ങൾക്ക് അനുകൂല ഭാവത്തിലാണ്. പറഞ്ഞാൽ വർഷാരംഭത്തിൽ വ്യാഴം ഭാഗ്യസ്ഥാനത്താണ്. ജൂൺ മുതൽ വ്യാഴം നിങ്ങളുടെ കേന്ദ്രത്തിൽ പറഞ്ഞാൽ ഗജകേശ്വരി യോഗം ഉണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ശനിദോഷം ഇല്ലാതാനും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും വിജയിക്കാനായിട്ട് സാധിക്കും. ഭാഗ്യവർദ്ധനവുണ്ടാകും. തൊഴിൽപരമായിട്ട് പുരോഗതി ഉണ്ടാകും. ജോലിയിൽ പ്രൊമോഷൻ കിട്ടാൻ, പുതിയ തൊഴിലവസരങ്ങൾ കിട്ടാൻ, ഗവൺമെന്റ് മേഖലയിൽ ജോലി കിട്ടാനൊക്കെ അനുകൂലമാണ്. ബിസിനസ്സിൽ വ്യാപാരത്തിലൊക്കെ നല്ല അഭിവൃദ്ധി ഉണ്ടാകും. കഠിന പ്രയത്നത്തിന്റെ ഫലം കിട്ടാൻ തുടങ്ങും. ലോൺ എടുത്ത് പുതിയത് തുടങ്ങാനൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമാണ്. ആരോഗ്യം നല്ലതാകും. അതുപോലെ കേസ് വഴക്കുകളിൽ വിജയിക്കാനായിട്ട് സാധിക്കും. കലാകാരന്മാർക്ക് നല്ല പേര് പ്രശസ്തി വർദ്ധിക്കും. അതുപോലെ പൊതുപ്രവർത്തന രംഗത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ നല്ലതാണ്. അതുപോലെ അവാർഡുകൾ കിട്ടാനൊക്കെ അനുകൂലമാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ രാശിയധിപൻ ശുക്രനാണ്. അതുകൊണ്ട് തന്നെ ശുക്രൻ നിങ്ങൾക്ക് രാജയോഗപ്രദമായ ഗുണങ്ങൾ കിട്ടും. വീട്, വസ്തു, വാഹന ലാഭം ഉണ്ടാകും. വസ്തു വാങ്ങാൻ, വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ സമയം അനുകൂലമാണ്. കുടുംബത്ത് ഐശ്വര്യം നിലനിൽക്കും. അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കളെ കിട്ടാൻ, ഒന്നിൽ കൂടുതൽ ധനവരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിവാഹം നടക്കാൻ, പ്രേമവിവാഹം നടക്കാനൊക്കെ അനുകൂലമാണ്. അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ലതാകും. അതുപോലെ തന്നെ പുതിയത് പഠിക്കാൻ, ഉന്നത പഠനത്തിനൊക്കെ അനുകൂലമാണ്. പിന്നെ നല്ല മാർക്കോടുകൂടെ വിജയിക്കാനൊക്കെ സാധിക്കും. ക്രിയേറ്റീവ് മേഖലയിലുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ രാജയോഗങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും കിട്ടുന്ന ഒരു വർഷമായിരിക്കും. എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്